നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന നമ്മളെ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിന് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നഗരൂരടുത്ത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അമ്മ മാത്രമേ ഉള്ളൂ. ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. ഇന്നലെ ഞാനൊരു കോൾ കോരാണിയിൽ പോയിട്ട് 9 മണിക്ക് കാത്തിരുന്ന കോൾ രാവിലെ 4:30ക്കാണ് കഴിഞ്ഞത്. പക്ഷെ കിട്ടിയില്ല. ഒരു മഴവെള്ളം പോകുന്ന പൈപ്പിനകത്താണ്. പക്ഷേ പൈപ്പ് നേരെ കുഴിയിലേക്കാണ്. 4:30 തലയിട്ട് അവസാനം അത് കുഴിക്കാത്തുണ്ട്. പിന്നെ കുഴി ഇളക്കണ്ടെന്ന് അതിൻ്റെ സ്ലാബ് ഇളക്കണ്ടെന്ന് ഓണർ പറഞ്ഞു. അപ്പോൾ കണ്ണിന് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒരു തല മത്തായിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനിടയ്ക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചത് നമ്മളിവിടെ വന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. പേര് എൻ്റെ പേര് പ്രസി എന്നാണ്. പ്രശാന്ത് പേര്. ഇതിപ്പോൾ എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഇത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പുല്ല് പൂ പറിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ 2 പൂച്ചകളാണ് കിടക്കുന്നു, പട്ടി കിടക്കുന്നു. അപ്പോൾ ഈ പൂച്ചയെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ 2 എണ്ണം സൈഡിലായിട്ട് പോയി. ഒന്നീ ചേനത്തണ്ടനോ അണലിയോ അങ്ങനെ രണ്ടും തന്നെയാണ്. ഇതിനകത്ത് തന്നെ കയറി അന്നേരം ഞാൻ ഈ വടിയും കൊണ്ട് വേറെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈസിയായിട്ട് ഇതിലേ കയറി ഇഴഞ്ഞൊരു പാട് കിടക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞ കയറി ഇതാണ്ട പാട് കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. ഇതിനകത്ത് എന്തായാലും നമുക്ക് അധികം പണിയില്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് അധികം സാധനങ്ങളില്ല. കയറിയ പാട് മാത്രമേ കാണുന്നു. ഒരു പാട് നടക്കുന്നു, ഒരുപാട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൈപ്പിനകത്തോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഷീറ്റിനകത്തോ എന്തെങ്കിലും കാണാനേ സാധ്യത. ഇതിനകത്ത് എന്തായാലും ഇല്ല. എടുക്കാൻ വേണ്ട. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഈ 2 സ്ഥലമുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ഇതിനകത്തോട്ട് കയറും. പക്ഷേ ഇതിനകത്ത് വന്നാൽ ഇതിനകത്ത് വേറെ ഇതിനകത്ത് എന്തായാലും ഇല്ല. അതിനകത്തില്ല. അതങ്ങനെ ഇടയ്ക്ക് ഇഴഞ്ഞ് വരണമെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കയറിക്കോളൂ. ഇതിനകത്തുമില്ല. അതാ അടിപൊളി. പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരന് മാറിയില്ല, നമുക്ക് മറന്നേ. പുള്ളിക്കാരൻ പറഞ്ഞ അണലി ചേനത്തണ്ടൻ എന്ന് സത്യം പറഞ്ഞതാ. അടിപൊളി. രജി ഇത് 2 അല്ല കേട്ടോ. രജി എൻ്റെ അമ്മ അവൻ്റെ ഊറ്റം നോക്കി. 2 അല്ല 3 അലുകളിൽ ഇത് കണ്ടോ. ഇത് എണ്ണ ചേർന്ന് കഴിഞ്ഞ് മുട്ട അതിൻ്റെ വയറ്റിൻ്റെ അത് ഇതായി തുടങ്ങി. അത് നോക്കി അതിൻ്റെ പടം പോയി. അതും അതല്ല, അതും ഫീമെയിൽ. നല്ല സ്പീഡ്. എനിക്ക് തോന്നുന്നത് എന്താ നല്ല സ്പീഡ്. അത് ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് ഫീമെയിലാണ് കൂടുതലും തോന്നുന്നു. പക്ഷേ എനിക്കത് അത്ര ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കത് നോക്കിയാൽ ചിലപ്പോൾ അതിലുപരി ഇവർ എഴിഞ്ഞ് പോയി മിക്കവാറും അപ്പുറത്തെ പൈപ്പിൽ കയറാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. തന്നു നോക്കിയോ. എഴിഞ്ഞ് പോയി മിക്കവാറും ഞാൻ പണ്ട് ട്രെയിനിങ് കൊടുത്ത ഓർമ്മയിൽ എനിക്ക് വനംപോക്കിന് പൈപ്പ് ഉപയോഗിച്ച്
ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എല്ലാം കേട്ടിട്ട് സാധനങ്ങൾ എന്ത് സൈസ് നോക്കി, എൻ്റെ അമ്മ നോക്കി. അത് പോയി പൈപ്പ് കയറി, അതോ പൈപ്പ് കയറി, അയ്യോ അത് പോയി പൈപ്പ് കയറി. അത് നോക്കിയത് എന്ത് സൈസ് നോക്കിയിട്ട്. കണ്ടോ, എന്തായാലും മാറ്റിങ് ഇണചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഞാൻ ഇപ്പം നമുക്ക് ഇത് 3 വരെ ആ പൈപ്പ് പോയി കയറി. പൈപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത് നമുക്ക് അടിവശം പൈപ്പല്ല, അടിവശം ഓപ്പൺ. നമ്മൾ ഈ വെള്ളം പോകാനൊക്കെ മഴവെള്ളം പോകാൻ ഈ പാത്തി വെക്കും, പക്ഷേ ആസ്പെറ്റോസിൻ്റെ അവിടെ ആ പാത്തിക്കകത്താണ് പോയി നമുക്ക് ഞാൻ കാണിക്കാം. കണ്ടോ, ഇതായിരിക്കുന്ന ഒരാൾ, ഇതായിരിക്കുന്ന 2 പേര്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ആണരി എഴഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു പൈപ്പ് വെച്ച് കൊടുത്താൽ ഈ പൈപ്പിന് ഇത് ഞാൻ ട്രെയിനിങ് കൊടുത്തത്, ഇത് ഇപ്പോഴും കണ്ടുപിടിച്ചതല്ല. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വനംവകുപ്പിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ മൂടങ്ങ് നമ്മളെ പ്രോഗ്രാം ഇടയ്ക്ക് പരിചയപ്പെടുത്തി ഇവിടെ അങ്ങ് സീൽ ചെയ്യും, ഒരടപ്പം കിടും. അടപ്പിട്ടിട്ട് തെളിഞ്ഞ് വരുമ്പോൾ ഇതങ്ങ് മുന്നേ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ ഇതിനകത്ത് സേഫായിട്ട് വെക്കാം, അല്ലെങ്കിൽ ചാക്കിലേക്ക് തട്ടാം. എന്നിട്ട് വീണ്ടും അതുപോലെ അടുത്തതിനെ അതുപോലെ എടുക്കാം, ചാക്കിലേക്ക് തട്ടാം. അടിപൊളി. കണ്ടാ, ഇങ്ങനെയുള്ള സാധനം വരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓടിപ്പോയി കൈകൊണ്ടെടുക്കുമ്പോഴാണ് അപകടങ്ങളൊന്നും ഉണ്ടാകുന്നത്. കണ്ടോ, ഇതുണ്ടോ, ഇതിൻ്റെ കളർ നോക്കിക്കോളൂ. ഇവർ 3 കളറാണ്, നോക്കിക്കോളൂ. 3 കളറാണ്. കണ്ടോ, ഒരേ കളറല്ല. നോക്കിണ്ടോ, തല നോക്കിക്കോളൂ, വലിയ തല. അതുണ്ട്, അത് വലിയ മെയിലിൻ്റെ തലയാണ്. കണ്ടോ, വലിയ തല. അത് കറുപ്പ് കൂടുതലുണ്ട്, അതൊരു കളർ. അത് മറ്റൊരു കളർ. കണ്ടോ, അതിന് പക്ഷേ അത് പടം പൊഴിച്ചുകൊണ്ട് ആ കളർ അങ്ങനെ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇത് പടം പൊഴിക്കാറായത്. ഇതുണ്ട്, ഇത് പടം പൊഴിക്കാറായി. അതാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ കളർ പടം പൊഴിക്കാറാണ് ഈ ഡാർക്ക് കളർ. മറ്റത് നല്ല ആക്റ്റീവ് കേട്ടോ, നല്ല ആക്റ്റീവ്. വേണ്ട, അത് കയറണം നോക്കിയോ. കണ്ടോ, ഇതിനകത്ത് കയറി. കണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞു. കണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞു. കണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞു വരണം. അപ്പോൾ നമ്മളിത് അടച്ചിരുന്നെങ്കിൽ മറ്റേതും അവിടെ വന്ന് കയറിയിരുന്നു. ഇത് കണ്ടോ, അടുത്തതും വന്ന് കയറി നോക്കിക്കോളൂ. കണ്ടോ, അടുത്ത ആളും അതിൽ കയറുന്നു. കണ്ടോ, രണ്ടാമത്തെ ആളും അതിൽ കയറി. കണ്ടോ, രണ്ടാമത്തോളം അതിൽ കയറി. ഉണ്ടോ, അത് ഫീമെയിൽ. എൻ്റെ വയറുണ്ടോ, വയറിൽ കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ടോ, വയറുണ്ടോ, തുടിഞ്ഞിരിക്കുന്ന വയറുണ്ടോ, നല്ല തുടിഞ്ഞിരിക്കുന്ന വയറുണ്ടോ. അത് 2 പേരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നോക്കിക്കൊള്ളുക. ഒരാൾ ഇവിടെ കയറി. എവിടെയാ? ഇതിനകത്ത്. കണ്ടോ, 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 ഒരാൾ ഇതിനകത്ത് കയറി. കണ്ടോ, അടിപൊളിയായിട്ട്. ചെറിയ പൈപ്പാണ് നമ്മൾ കണ്ട കാര്യം, നമുക്ക് ചെറിയ പൈപ്പാണ്, പക്ഷേ ഇത് മതി. 3 പേരും താണ്ട. നമ്മളെന്തായാലും ഈ മൂലയ്ക്ക് വെക്കാം. ഇതിനകത്ത് ഒരു 3 പേര് ഞാൻ തട്ടി. അടിപൊളി. നോക്കിയോളൂ, 3 പേര് നല്ല സൈസ്. എൻ്റെ അമ്മ, ഇദ്ദേഹത്തിൻ്റെയൊക്കെ കടി കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കിടക്കുന്ന അത് എൻ്റെ ഓർമ്മ ചെയ്യണേ, എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനെ ഗോപാലകൃഷ്ണൻ എന്നായിരുന്ന ഒരാളിനെ ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ, 35 വർഷം 40 വർഷത്തോളാവുന്നു, അണലിയുടെ കടിയേറ്റ് എൻ്റെ അമ്മ അദ്ദേഹം ഇന്നലെ സന്ധ്യയ്ക്ക് കടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ മരണപ്പെട്ടു. 24 മണിക്കൂർ പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അത്രയ്ക്ക് മാരകമായ കടിയാണ്. പിന്നെ അതിന് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഥി അവിടെ നിന്ന് കിട്ടി. ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ആ പറമ്പിൽ അവിടെ നിന്ന് ആ കടി കിട്ടിയ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ ഈ വരുന്ന ആൾ ഫീമെയിലാണ്. അദ്ദേഹവും എന്താ പറയുക പ്രഗ്നൻ്റാണ്, ഇണചേർന്ന ആളാണ്. ഇതുണ്ടോ, ഇത് ഇണചേർന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹമൊക്കെ പ്രസവിക്കണമെങ്കിൽ ഒരു 28-30 കുഞ്ഞുങ്ങളോളം പ്രസവിക്കാനുള്ള കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട്. രണ്ടും ഒരേ കളർ, ഒരേ പാറ്റേൺ, ഏകദേശം ഒരേ നീളം. പക്ഷേ പ്രായത്തിന് മാത്രം ഒരു 2 വയസ്സ്, ഒരു വയസ്സിൻ്റെ 2 വയസ്സിൻ്റെ വ്യത്യാസം ഇവർ തമ്മിൽ കാണുന്നു. അത് നമുക്കറിയാം, നമ്മൾ ഈ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാമല്ലോ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാൻ പറ്റും. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അറിയാം. രണ്ടുപേരും ഫീമെയിൽ അതിഥികളാണ്, ഇണചേർന്ന അതിഥികളാണ്. മുട്ടയിടാറായ പ്രസവിക്കാറായ മുട്ട തന്നെയാണ് തരത്തിൽ മുട്ടയാണ് വയറ്റിൽ തയ്യാറാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. മുട്ട വയറ്റിനകത്ത് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിലുപരി നമുക്കൊരു സന്തോഷമുള്ളതെന്ന് നമ്മൾ നമ്മുടെ യാത്രയ്ക്കിടെ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ 5 ഫീമെയിലും 1 മെയിലും കിട്ടിയ അനുഭവം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ ഈ മേനംകുളത്തിനടുത്ത് പാടിക്കവളാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വൃത്തിയാക്കുന്ന, പാടിക്കവളാണെന്നാണ് എൻ്റെ ഓർമ്മ, വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു അനുഭവമാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം. അതുപോലെ തന്നെ വെഞ്ഞാറമ്മൂട് നമ്മുടെ ജോൾസൻ പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ റോഡിൻ്റെ ഒരു വഴിയുടെ അതിർത്തിയിൽ നിന്ന് 5 മൂർഖനെ കിട്ടിയതിൽ 4 പെണ്ണായിരുന്നു, ഒരൊറ്റ ആണേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ അറിയാം, നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കും. പരമാവധി കിട്ടുന്ന ഏതൊക്കെയാണ്, ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ എന്ത് കളറുണ്ട്, അതിനെന്തെങ്കിലും മുറിവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കാറുണ്ട്. മറ്റൊരു അതിഥിയുടെ കളറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉത്തരാ കൊലക്കേസ് സമയത്ത് നമ്മൾ പറഞ്ഞ് ജനലിൽ കൂടെ ഇങ്ങനെ പാമ്പ്, പക്ഷേ ഇതിപ്പോൾ കയറുന്നത് പൈപ്പ് ഉള്ളതുകൊണ്ട് പൈപ്പിൽ കൂടി പിടിച്ചാണ് കയറുന്നത്. നോർമലി ഒരു അണലിയപ്പുള്ള പാമ്പിൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നമ്മൾ പൈപ്പോ ഇങ്ങനെ കല്ലൊക്കെ അടിക്കി വെച്ചാൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം. കാരണം നമുക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കുട്ടിക്ക് അണലിയുടെ കടിയേറ്റ് കട്ടിൽ വെച്ച് കടിയേറ്റ് കുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് 3 പേരും കണ്ടോ, 3 കളറാണല്ലോ. ഒരാൾ പടം പൊഴിച്ചിട്ടുണ്ട്, ബാക്കി 2 പേര് പടം പൊഴിച്ചിട്ടില്ല. നല്ല ആരോഗ്യമുള്ള എന്തായാലും ഈ വർഷം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ജിക്ക് ഒരു 30, 20, 50, 55, 60 കുഞ്ഞുങ്ങളെ നമുക്കിവിടെ 60 കൂടുതൽ കുഞ്ഞുങ്ങളെ 2 ഫീമെയിലിൽ നിന്ന് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ എന്തായാലും ഭാഗ്യം ആ പൂച്ചകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യവാന്മാരായി മാറിയത്, അല്ലെങ്കിൽ ആ നായ്ക്കൾ ആണ് അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യവാന്മാരായി മാറിയത്. ഇദ്ദേഹത്തിൻ്റെ 2 പേരുടെയും ചുണ്ടുണ്ട്. ഈ ഫീമെയിലിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത, ഫീമെയിൽ ആണെങ്കിലിൻ്റെ ചുണ്ടുണ്ട്, നല്ല കൂർത്തിരിക്കുന്നു, ഇതുണ്ട്. പക്ഷേ ആ വലുതിൻ്റെത് കുറച്ചുകൂടി പരപ്പാണ്, കൂർത്തിട്ടില്ല. പക്ഷേ ഒരെണ്ണത്തിൻ്റെ ചെറുതിൻ്റെത് നല്ല കൂർത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. അവർ 3 പേരും നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വേണം, അല്ലെങ്കിലും ഒരു സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചേട്ടാ സുരേഷ് ജി, അപ്പോൾ ചാക്കിങ് തരാമോ? പ്രദേശം 40ഓളം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണ് അതിഥിയാണ് ദേഹം. കണ്ടോ, പെണ്ണതിഥിയാണ് ദേഹം. ഇനി അടുത്തതും അദ്ദേഹം
അദ്ദേഹം അടുത്ത ആൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് കണ്ടോ. അപ്പോഴത്തേക്കും കണ്ടോ, ഇപ്പം നമുക്ക് 2 കള്ളാണ് ഇപ്പോൾ അടുത്തടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ. ഇതുണ്ടോ, ഇപ്പോൾ ഒരാളങ്ങനെ നമ്മളിപ്പോൾ നമുക്ക് പണി തരാമെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഇദ്ദേഹവും കണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ എല്ലാം കണ്ടോ, എല്ലാം ഫീമെയിലാണ് കേട്ടോ, ഫീമെയിൽ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനൊന്ന് പണിയുണ്ട്. കാരണം പിന്നെ അടുത്ത അതികളെ ഇവിടെ നിന്നിട്ട് കിട്ടിത്തുടങ്ങും. അടുത്ത അതികളെ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇന്ന് മിക്കവാറും ഇന്ന് വൈകിട്ടൊക്കെ ഇതിൻ്റെ അണതിയിലൂടെ കാണും. എനിക്കൊന്ന് ഇത്രയും സാധനങ്ങൾ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ 2 വിളിച്ച് ഞാൻ പാക്ക് ചെയ്തിട്ട് പോകല്ല. ഒരാളുടെ അങ്ങനെ പുറകിലുണ്ട്. ഇവരൊന്ന് ശാന്തമാവട്ടെ എന്ന് പറഞ്ഞ് ഇവരൊന്ന് സൈലൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാനതിനെ വെയിറ്റ് ചെയ്തത്. കണ്ടോ, 2 പേരും ചാക്കിനെന്താ അങ്ങനെ എല്ലാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പറമ്പ് വൃത്തിയാക്കെങ്കിൽ 6-7 കുറയാതെ എന്തായാലും കിട്ടും. പെട്ടെന്ന് തിരിച്ച് വേണമെങ്കിൽ വരാം. വേണ്ട, ഇതാ 3 പേര് നമ്മളങ്ങനെ ചാക്കിലാക്കിയതാ. 3 പേരെന്താ അടിപൊളി. ഒരു സംഭവം ഉള്ളത് 3 നല്ല സൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ നഗരൂരടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഞാൻ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവിചാരിതമാണെങ്കിൽ പോലും ഇവിടെ ഒത്തിരി പാമ്പുകളുള്ള സ്ഥലമാണല്ലോ, ഒരു മേഖലയാണിത്. അവിചാരിതമാണെങ്കിൽ പോലും അദ്ദേഹം ഇറങ്ങിയ സമയത്ത് കണ്ട 3 നല്ല മുഴുത്ത അണലി അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിനമായ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ അതിഥിയെ കിട്ടിയതിൽ സന്തോഷം. അദ്ദേഹത്തിന് എന്താ പറയുക, ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത നമ്മളെന്താ ഒരു വലിയ വടിയായിട്ട് നിന്ന് വടിയാകുമ്പോൾ ചില ആളുകൾക്ക് അത് അടിക്കാനാണ് നല്ല. അപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ഗുരുജനങ്ങൾക്കും ഒക്കെ നമ്മുടെ 3 അതികളെ ഇഷ്ടപ്പെട്ടു കാണുന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.